എന്നാൽ ഇന്ദ്രജിത്ത് എന്ന ഈ ലോകത്ത് തന്നെ ഒരുപാട് ആളുകൾക്കുള്ള പേരല്ലേ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ച് അവനല്ല എന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ തീർച്ചയായിട്ടും വരാം മോളെ. ഒരു ചെറിയ പുഞ്ചിരി വരുത്തി ശ്രമിച്ചുകൊണ്ട് കാവേരി യാമിയോടായി പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ചെയ്തു തന്ന സഹായം മറക്കാനാകുമോ? ശരി ടീച്ചറെ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഒരു മിനിറ്റ്. കാവേരി പെട്ടെന്ന് അകത്തേക്ക് പോയി ഒരു കാരിയർ എടുത്തു കൊണ്ടുവന്നു. ഇന്ന് ഉച്ചക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ തിരക്കായി വരാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തു വച്ചിരുന്നു. നീ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുമോ? യാമി അത് കേട്ടതും ഒന്ന് ചിരിച്ചു. അയ്യോ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരാനിരുന്ന വിശിഷ്ടാതിഥി എൻ്റെ ചേട്ടനായിരുന്നു. കാവേരി അത് കേട്ട് നാണം മറക്കാൻ ചിരിച്ചു. ചേട്ടനിപ്പോൾ ഷോപ്പിംഗ് പോയിരിക്കുവാണ്. എങ്കിലും ഞാൻ കൊടുത്തേക്കാം ടീച്ചറെ. യാമി പോയതിനു ശേഷം കാവേരി വാതിൽക്കൽ തന്നെ നിന്നു മുറ്റത്തേക്ക് വീണുകിടക്കുന്ന മാവിലകൾ നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. അദ്ദേഹം ചോദിച്ച പേര് നിശ്ചയ ദിവസം തന്നെ ഞാൻ തന്നെയായിരിക്കും കൊണ്ടു കൊടുക്കുക. അത് കണ്ടാൽ എത്ര സന്തോഷിക്കും അയാൾ. വൈകുന്നേരം ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഇന്ദ്രജിത്ത് മുറിയിൽ കട്ടിലേക്ക് വീണു കിടന്നു. വീട്ടിൽ എല്ലാവരും നിശ്ചയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തിരക്കിലാണ്. പക്ഷെ അവന്റെ മനസ്സ് അപ്പോഴും വേറെ എവിടെയോ അലയുകയാണ്. അപ്പോഴാണ് വാതിൽ തള്ളി യാമി അകത്തേക്ക് വന്നത്. കയ്യിലൊരു കാരിയറും പ്ലേറ്റുമുണ്ട് അവളുടെ. ഏട്ടാ. ഇന്ദ്രജിത്ത് എഴുന്നേറ്റിരുന്നു. എന്താ അത്? യാമി പ്ലേറ്റ് മുന്നിൽ വെച്ച് കാരിയർ തുറന്നു. ഇന്ന് ഞാൻ ഡാൻസ് ടീച്ചറുടെ വീട്ടിൽ പോയിരുന്നു. ടീച്ചർ ഏട്ടന് കൊടുത്തു വിട്ടതാ ഇതെല്ലാം. കാവേരി. അവന്റെ ചുണ്ടുകൾ ആ പേര് വളരെ പതുക്കെ ഉരുവിട്ടു. ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ടും പറ്റിയില്ലല്ലോ. അമ്മ ഷോപ്പിങ്ങിന് എന്നെയും കൂടെ കൂട്ടി, അവൻ സ്വയം പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്ത് ഒരു മാറ്റം വന്നു. ഒരിക്കലവൻ രുചിച്ച ചൂട്, രുചി എല്ലാം അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയതുപോലെ തോന്നി. സൂപ്പർ അല്ലേ ഏട്ടാ? യാമി ചിരിച്ചു. ഞാനും അവിടെ നിന്ന് കഴിച്ചിട്ടാ വന്നത്. അവൻ പതുക്കെ മൂളി. പക്ഷെ അടുത്ത നിമിഷം മുഖം മങ്ങിപ്പോയി. എന്തു പറ്റി ഏട്ടാ? യാമി അവനോടായി ചോദിച്ചു. പെട്ടെന്നെന്തോ വിഷമമുള്ളതുപോലെ. ഇന്ദ്രജിത്ത് ഒരു ദീർഘശ്വാസം വിട്ടു. യാമി, നിശ്ചയം കഴിഞ്ഞ പകുതി കല്യാണം കഴിഞ്ഞതുപോലെയാണെന്നല്ലേ എല്ലാവരും പറയാ? അതെ, അതെന്താ ഇപ്പോ? അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എനിക്കറിയില്ല ഞാൻ ശരിയായ തീരുമാനം എടുത്തത് എന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. യാമി എന്ന് നെട്ടിപ്പോയി. എന്താ ഏട്ടാ ഇതൊക്കെ? എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത്? നീ സമ്മതിച്ചല്ലേ എല്ലാം നടന്നത്? അച്ഛനും അമ്മക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാനൊന്നും എതിർക്കാതിരുന്നത്. ജീവിതത്തിൽ ഒരാൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം വിചാരിച്ചു. അവൻ ജനലിനപ്പുറത്തേക്ക് നോക്കി. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സ് എവിടെയോ വേറെയാണെന്ന് തോന്നുന്നു. യാമിയുടെ മുഖം ഗൗരവമായി. ഏട്ടാ, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇന്ദ്രജിത്ത് പതുക്കെ തലകുലുക്കി. ഇല്ല. പിന്നെന്താ ഇപ്പൊ കുഴപ്പം? അവൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ചിരി വേദനയായിരുന്നു. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വൈകിയാണ് വരുന്നത്, അല്ലേ യാമി? യാമിയൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അപ്പോഴും കാവേരിയുടെയും മുഖമായിരുന്നു. പക്ഷെ ആ ചിന്തകൾ ഒരു ഭാവിയുണ്ടോ എന്നറിയാതെ അവന്റെ ഉള്ളിൽ അപ്പോഴും മുഴുവൻ തളർന്നിരുന്നു. തന്റെ മനസ്സിലുള്ളത് അനിയത്തിയോട് തുറന്നു പറയണോ വേണ്ടയോ എന്നറിയാതെ ഇന്ദ്രജിത്ത് കട്ടിലിന്റെ കോണിലിരുന്നു. മുറിക്കുള്ളിൽ ഫാനിന്റെ ശബ്ദം മാത്രം. പുറത്തേക്ക് മഴ ചെറുതായി അപ്പോഴും പെയ്യുന്നുണ്ട്. ഏട്ടാ, ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കുന്നത്, എന്താ പ്രശ്നം ഇപ്പോ? യാമി വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏ, ഒന്നുമില്ലടി. ഇന്ദ്രജിത്ത് ചിരിക്കാൻ ശ്രമിച്ചു. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ, അത്ര തന്നെ. അല്ല, നേരത്തെ നീ പറഞ്ഞതല്ലേ നിന്റെ സന്തോഷം മറ്റെവിടെയോ ആണെന്ന്? അവൾ വിടാൻ ഭാവമില്ലാതെ വീണ്ടും ചോദിച്ചു. ഇന്ദ്രജിത്ത് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. എൻ്റെ സന്തോഷം നിങ്ങളിലൊക്കെ തന്നെ യാമി. നിങ്ങൾക്ക് സന്തോഷമായാൽ മാത്രം മതി എനിക്ക്. അത് പറച്ചിൽ മാത്രം. യാമി നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കല്യാണം കഴിക്കാൻ പോകുന്നത് ഞങ്ങളല്ല, ഏട്ടനാ. ജീവിതം മുഴുവൻ ആ കുട്ടിയും കൂടെ ജീവിക്കുന്നതും ഏട്ടനാ. നിനക്ക് മനസ്സിലാതെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നീ അമ്മയോട് പറയണം ഇതെല്ലാം. അവളുടെ വാക്കുകൾ കേട്ടതും ഇന്ദ്രജിത്ത് ഒന്ന് അമ്പരന്നു. ഇത്ര ചെറിയ പെൺകുട്ടി ഇത്ര പക്വമായി സംസാരിക്കുന്നത് അവൻ അത്ഭുതം തോന്നി. നോക്കേട്ടാ. യാമി അവൻ്റെ അരികിലേക്ക് നീക്കിയിരുന്നു. ഇപ്പോഴും വൈകിയിട്ടില്ല. അമ്മയോടും അച്ഛനോടൊന്ന് തുറന്ന് സംസാരിക്ക്. വെറുതെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നിന്റെ ജീവിതം കളയണ്ട. ഇന്ദ്രജിത്ത് തല കുനിച്ചു. അവൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അവനും അറിയാമായിരുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ സ്വീകരിക്കുമോ? അവളുടെ ജീവിതത്തിലേക്ക് തനിക്കൊരു സ്ഥാനം ഉണ്ടാകുമോ? കുഞ്ഞുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും? ചോദ്യങ്ങൾ മാത്രം അപ്പോഴും അവൻ്റെ മനസ്സിൽ കുത്തി കുത്തി നിന്നു.
ശരിയാ അമ്മേ. അവൻ ഒടുവിൽ പറഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിക്കാം, നീ പൊയ്ക്കോ. എന്തായാലും ഞങ്ങൾക്ക് ഏട്ടൻ്റെ സന്തോഷം തന്നെയാ വലുത്. അവൾ അവൻ്റെ തോളിലൊന്ന് തട്ടി പുറത്തേക്ക് നടന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകിയ ശേഷം ഇന്ദ്രജിത്ത് ഫോൺ എടുത്തു. കുറച്ചു നേരം കാവേരിയുടെ നമ്പർ നോക്കിയിരുന്നു. പിന്നെ ധൈര്യം കൂട്ടി അവൻ അവളെ വിളിച്ചു. രണ്ടാമത്തെ ബെല്ലിൽ തന്നെ അവൾ ഫോൺ എടുക്കുകയും ചെയ്തു. ഹലോ. അവളുടെ മൃദുവായ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പൊന്നു കൂടി. അത് ഇന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ. അതിൻ്റെ വിഷമമുണ്ടായിരുന്നു. കാവേരി അത് കേട്ടതും ഒന്ന് ചെറുതായി ചിരിച്ചു. അതിനെന്താ സാർ, അന്നത്തിൻ്റെ ഭാഗ്യം ആർക്കാണോ വിതച്ചത് അവർക്ക് തന്നെ അത് കിട്ടും. അവളുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിന് ഒരു സമാധാനമൊക്കെ തോന്നി. പക്ഷേ അവൾ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ നിശ്ചയത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്ന് യാമി വന്നപ്പോയാ ഞാനത് അറിയുന്നത് തന്നെ. ആ ചോദ്യം കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് ഒന്ന് പതറി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അവൻ്റെ ശബ്ദം ചെറുതായി ഇടറി. ഒരു നിമിഷം നിശബ്ദത പരന്നു. കാവേരി, അവൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാ വിഷമാവോ? എന്താ ഇത്ര സീരിയസ്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ ചോദിക്ക്. ഇന്ദ്രജിത്ത് ഒരു നിമിഷം കണ്ണുപൂട്ടിയിരുന്നു. നീ ഡിവോഴ്സിയാണോ അതോ ഹസ്ബൻഡ്? വാക്കുകൾ മുഴുവൻ പറയാൻ പോലും അവന് ബുദ്ധിമുട്ടായി. അപ്പുറത്ത് പെട്ടെന്ന് നിശബ്ദയായി കാവേരിയുടെ മുഖത്തെ ചിരിയും മാഞ്ഞു. ഐ ആം സോറി, ഇന്ദ്രജിത്ത് വേഗം പറഞ്ഞു. ചോദിക്കണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാവേരി പതുക്കെ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ല ഇന്ദ്രജിത്ത്. അവളുടെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലില്ല, ഇനി വരാനും പോകുന്നില്ല. അത്രമാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ. അവൾ മിണ്ടാതെ നിന്നു. ആ മറുപടി അവൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ചെറിയ പ്രതീക്ഷയെ തെളിയിച്ചു. പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യം അവനുമില്ല. തനു എവിടെയാ? അവൻ വിഷയം മാറ്റാനായി ചോദിച്ചു. എനിക്കവളോട് സംസാരിക്കണം. ഇവിടെ തന്നെയുണ്ട്. കാവേരി തനുവിനെ വിളിച്ചു. തനു, നിന്നെ ദച്ചാങ്കിൽ വിളിക്കുന്നുണ്ട്. അവിടെ നിന്ന് കുഞ്ഞിൻ്റെ പിണങ്ങിയ ശബ്ദം കേട്ടു. ഞാൻ സംസാരിക്കില്ല. ഇന്ദ്രജിത്ത് അത് കേട്ടതും ഒന്ന് ചിരിച്ചു. എന്താ എൻ്റെ തനുക്കുട്ടി, എന്നോട് പിണങ്ങിയോ? അമ്മ പറഞ്ഞ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. എന്നിട്ട് ഇത്ര വലിയ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാൻ പിണക്കമാ? അയ്യോ. അവൻ കൊഞ്ചി. എനിക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ കണ്ണ. കാവേരി ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു. നിനക്ക് സ്കൂളിലെ ദിവസം നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? ഇല്ല. അതെന്താ? സ്കൂളിൽ പോകണം. അതുപോലെ തന്നെ എനിക്കും ജോലി ഉണ്ടായിരുന്നു. കുഞ്ഞ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ ചോദിച്ചു, സത്യമാണോ? സത്യം. അതിനുശേഷം രാത്രി പകുതി വരെ അവർ കുഞ്ഞിനോട് കഥ പറഞ്ഞു തമാശ പറഞ്ഞു അങ്ങനെ സംസാരിച്ചിരുന്നു. അന്ന് രാത്രി വൈകി ഇന്ദ്രജിത്ത് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. സുഭദ്ര അലമാര ഒതുക്കുകയായിരുന്നു. അമ്മേ, അവൻ പതുക്കെ വിളിച്ചു. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ തെച്ചു? അവൾ കട്ടിലിരുന്നു. വാ. ഇന്ദ്രജിത്ത് അമ്മയുടെ അരികിലേക്കിരുന്നു. പറയാൻ വന്ന കാര്യം എങ്ങനെ തുടങ്ങണം എന്നറിയാതെ അവൻ കൈവിരലുകൾ കൂട്ടിത്തിരുമ്മി. അമ്മേ, അവൻ്റെ ശബ്ദം ചെറുതായി വിറച്ചു. എനിക്ക് ഈ കല്യാണം കഴിക്കാൻ മനസ്സില്ല. അത് കേട്ടതും സുഭദ്ര ഞെട്ടി. എന്താ നീ പറയുന്നത്? ഈ നിശ്ചയം തൽക്കാലം ഒന്ന് നിർത്തിയാൽ മതി അമ്മ. അമ്മയുടെ മുഖം മങ്ങി. തെച്ചു, എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു മോനെ. ഇപ്പോൾ എങ്ങനെ? എനിക്ക് മനസ്സില്ലാതെ എങ്ങനെ ഞാൻ കല്യാണം കഴിക്കാം അമ്മേ? അവൻ്റെ മനസ്സിൽ കാവേരിയുടെ കുഞ്ഞു തനുവിൻ്റെയും മുഖം തെളിമയോടെ തെളിഞ്ഞു വന്നു. നീ തന്നെയല്ലേ പറഞ്ഞേ ഞാൻ കാണിച്ച പെൺകുട്ടി കല്യാണം കഴിക്കാമെന്ന്? സുഭദ്ര കണ്ണു നിറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരോട് ഞാൻ എന്തു പറയും? ഇന്ദ്രജിത്ത് മിണ്ടാതെ തല കുനിച്ചു. ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുന്നേ, അവൾ തുടർന്നു. എല്ലാവരെയും വിളിച്ചു പറഞ്ഞ ശേഷം നിശ്ചയം വേണ്ടെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എത്ര വിഷമാവും? അമ്മയുടെ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിൽ ഭാരം പോലെ വീണു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടിട്ടും ഈ കല്യാണത്തിന് സമ്മതിച്ച ആ പെൺകുട്ടിയെ ഇങ്ങനെ അപമാനിക്കണോ എന്ന ചിന്ത അവനെയും വേദനിപ്പിച്ചു. ഒടുവിൽ അവൻ കണ്ണടച്ച് ഒരു ദീർഘശ്വാസം വിട്ടു. ശരി അമ്മേ. സുഭദ്ര അവനെ നോക്കി. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. അതും പറഞ്ഞവൻ വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. സുഭദ്രയുടെ നെഞ്ചിലെ ഭാരം അപ്പോഴാണ് ഒന്നിറങ്ങിയത്. അതേസമയം കാവേരി തൻ്റെ മുറിൽ പെയിന്റിംഗ് പൂർത്തിയാക്കുകയാണ്. അവൾ ബ്രഷ് താഴെ വെച്ച് ചിത്രത്തിലേക്ക് നോക്കി. അത് അതിമനോഹരമായൊരു ചിത്രമായിരുന്നു. കുറച്ചു നേരം അവൾ ആ ചിത്രം നോക്കിയിരുന്നു. നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തവളാണ് ഇന്ദ്രജിത്ത്. അവളുടെ മനസ്സ് പതുക്കെ പറഞ്ഞു. സ്വന്തം രക്തമില്ലാത്ത ഒരു കുഞ്ഞിനെ ഇത്ര സ്നേഹത്തോടെ നോക്കുന്ന നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ എത്രമാത്രം സ്നേഹിക്കുമായിരിക്കും? അവളുടെ ചിന്തകൾ കാടുകയറി. പെട്ടെന്ന് അവൾ സ്വയം ഒന്ന് നിർത്തി.
ഇല്ല, ഇങ്ങനെ പാടില്ല. നിശ്ചയം കഴിഞ്ഞാൽ ഇന്ദ്രജിത്ത് പഴയ പോലെ വരില്ല. കുഞ്ഞിനോട് ഇത്ര അടുപ്പം കൂടിയാൽ പിന്നീട് അത് വേർപെടുത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാകും. അവൻ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഇനി കുറച്ചകലം പാലിക്കണം. അമ്മയുടെ മനസ്സിൽ ഇത്രയും കൊടുങ്കാറ്റുകൾ നടക്കുന്നുണ്ടെന്ന് അറിയാതെ കുഞ്ഞു തനു അന്ന് രാത്രി തച്ചു അങ്കിളിനൊപ്പം ഊഞ്ഞാലാടുന്ന സ്വപ്നം കണ്ടുറങ്ങുകയാണ്.